ഹായ് ഫ്രണ്ട്സ്, പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. എത്രാമത്തെ ലോക പരിസ്ഥിതി ദിനമാണ് 2018 ഇന്ത്യയിൽ വെച്ച് നടന്നത്? 45ാമത്. ഐക്യരാഷ്ട്രസഭ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചതെന്ന്? 1972 ജൂൺ 5. ആദ്യമായി ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആഘോഷിച്ചതെന്ന്? 1974 ജൂൺ 5. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ജൂലൈ 28. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏതു വർഷം? 1986. ഇന്ത്യയിലെ ആദ്യ പരിസ്ഥിതി സംരക്ഷണ നിയമം ഏതായിരുന്നു? ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം. ദേശീയ വനനയം പ്രഖ്യാപിച്ച വർഷം? 1952. ഗ്ലോബൽ 500 പുരസ്കാരം ആദ്യമായി നൽകിയത് ഏത് വർഷം? 1987. ആദ്യമായി ഗ്ലോബൽ 500 പുരസ്കാരം ലഭിച്ചതാർക്ക്? വങ്കാരി മത്തായി. സേവ് ഹിമാലയ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത് ആര്? സുന്ദർലാൽ ബഹുഗുണ. 2024 പരിസ്ഥിതി ദിന സന്ദേശം എന്ത്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധിക്കൽ. 2024 പരിസ്ഥിതി ദിന പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? സൗദി അറേബ്യ. നീലക്കുറിഞ്ഞിയുടെ നാട് എന്നറിയപ്പെടുന്നത്? നീലഗിരി, തമിഴ്നാട്. ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കാനായി രൂപീകരിച്ച ഉദ്യാനം? ഗീർ ദേശീയോദ്യാനം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത്? ഭവാനി. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് നിയമം കൊണ്ടുവന്ന ആദ്യത്തെ രാജ്യം? കാനഡ. പ്രൊഫസർ ജോൺ സി ജേക്കബിൻ്റെ ആത്മകഥയുടെ പേര്? ഹരിതദർശനം. ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം ഏത്? ബ്ലൂ പ്ലാനറ്റ് പ്രൈസ്. കേരളത്തിലെ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല? പത്തനംതിട്ട. മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏതു നദിയുമായി ബന്ധപ്പെട്ടതാണ്? ഭാരതപ്പുഴ. കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചതാർക്ക്? പ്രൊഫസർ ജോൺ സി ജേക്കബ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം? ആറളം വന്യജീവി സങ്കേതം. മരം മരിക്കുന്നതും മനുഷ്യൻ മരിക്കുന്നതും ഒരുപോലെ എന്ന് ആരുടെ വാക്കുകൾ? സുന്ദർലാൽ ബഹുഗുണ. ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്? യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്, അമേരിക്ക. ഭോപ്പാൽ വാതക ദുരന്തമുണ്ടായ വർഷം? 1984 ഡിസംബർ 3. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? മെയ് 22. കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ജോൺ സി ജേക്കബ്. പരിസ്ഥിതി സംബന്ധമായി ഏറ്റവും അധികം പുസ്തകങ്ങൾ എഴുതിയ മലയാളി? CK കരുണാകരൻ. ലോക ചരിത്രത്തിൽ ആദ്യമായി വനസംരക്ഷണത്തിനായി എഴുത്തുകാർ ചേർന്ന് പരിസ്ഥിതി സംഘടന രൂപീകരിച്ചത് എവിടെയാണ്? കേരളത്തിൽ. പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനിയുടെ ജലചൂഷണത്തിന് എതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയ വനിതയാര്? മൈലമ്മ.
വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. പ്രകൃതി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ജൈവ വൈവിധ്യ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? എ.ബി. വാജ്പേയി. ലോക ഭക്ഷ്യദിനം എന്നാണ്? ഒക്ടോബർ 1. ഇന്ത്യയിലെ ഏറ്റവും വനഭൂമി കുറഞ്ഞ സംസ്ഥാനം? ഹരിയാന. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച ചമോലി ജില്ല ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയും ഭൂട്ടാനും ചേർന്ന് സംയുക്ത മേൽനോട്ടം വഹിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? മാനസ് ദേശീയോദ്യാനം. രംഗനത്തിട്ടു പക്ഷി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു? കർണാടക. ജിം കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ പഴയ പേര്? ഹെയ്ലി നാഷണൽ പാർക്ക്. കേരളത്തിൽ കണ്ടൽക്കാടുകൾ ഏറ്റവും കുറവുള്ള ജില്ല? കൊല്ലം. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പുനഃപരിശോധിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ തലവനാര്? കസ്തൂരി രംഗൻ. ലോക ഭക്ഷ്യദിനം? ഒക്ടോബർ 16. വേപ്പെണ്ണയുടെ വിദേശ പേറ്റന്റിനെതിരെ പൊരുതി ജയിച്ച പരിസ്ഥിതി പ്രവർത്തക? വന്ദന ശിവ. ആഗോളതാപനത്തിന് കാരണം? ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഓസോൺ കണ്ടെത്തിയത്? ഷോൺ ബീൻ. പയറുവർഗ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏത്? റൈസോബിയം. ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? പരിസ്ഥിതി. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷപാളി? സ്ട്രാറ്റോസ്ഫിയർ. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം? കുമരകം, കോട്ടയം. സമുദ്രനിരപ്പിൽ നിന്നും 10,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാത? അടൽ ടണൽ. കാസർഗോഡിന്റെ ശാപം എന്ന് വിശേഷിപ്പിക്കുന്ന കീടനാശിനി? എൻഡോസൾഫാൻ. കാടെവിടെ മക്കളെ മേടെവിടെ മക്കളെ ആരുടേതാണ് ഈ വരികൾ? അയ്യപ്പ പണിക്കർ. കേരളത്തിലെ കർഷക ദിനമായി ആചരിക്കുന്നതെന്ന്? ചിങ്ങം 1.